Dear students, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് the critical speed. So, what is a critical speed? It is a speed at which the drag force on a smooth sphere changes and it is around 50 miles per hour. അതായത് ഒരു സ്മൂത്ത് സ്ഫിയറിൽ അനുഭവപ്പെടുന്ന ഡ്രാഗ് ഫോഴ്സ് ഏതൊരു സ്പീഡിൽ എത്തുമ്പോഴാണോ ചേഞ്ച് ആകുന്നത് ആ സ്പീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഫുട്ബോളിൽ അനുഭവപ്പെടുന്ന ഡ്രാഗ് ഫോഴ്സ് ഒരു പർട്ടിക്കുലർ സ്പീഡിൽ എത്തുമ്പം ചേഞ്ച് ആവും. ആ ഒരു സ്പീഡിനെ നമ്മൾ എന്താണ് പറയുന്നത്, ക്രിട്ടിക്കൽ സ്പീഡ് എന്നാണ് പറയുന്നത്, അല്ലേ? ഇറ്റ് ഈസ് അറൌണ്ട് 50 മൈൽസ് പെർ ഹവർ. ഏതാണ്ട് ഈ ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത് 50 മൈൽസ് പെർ ഹവറിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡ്രാഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു അല്ലേ? ഡ്രാഗ് ഫോഴ്സ് ചേഞ്ച് ആവുന്ന സ്പീഡിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഡ്രാഗ് ഫോഴ്സ്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓപ്പോസിങ് ദ മോഷൻ ഓഫ് ദ ബോൾ. ഡ്രാഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോളിൻ്റെ മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ ബോളിൻ്റെ മോഷനെ ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, For a smooth sphere, the drag force increases with the speed until the critical speed. ഒരു സ്മൂത്ത് സ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അതിനനുഭവപ്പെടുന്ന ഡ്രാഗ് ഫോഴ്സും ഇൻക്രീസ് ചെയ്യും. പക്ഷെ എപ്പോഴാണോ ക്രിട്ടിക്കൽ സ്പീഡ് അച്ചീവ് ചെയ്യുന്നത് അതിന് ശേഷം അവിടെ എന്തുണ്ടാവും, ഡ്രാഗ് ഫോഴ്സിൽ മാറ്റമുണ്ടാകും. അപ്പോൾ ക്രിട്ടിക്കൽ സ്പീഡ് അറ്റൈൻ ചെയ്യുന്നവരെ നമ്മുടെ സ്മൂത്ത് സ്ഫിയറിൻ്റെ ഡ്രാഗ് ഫോഴ്സ് അതിൻ്റെ വെലോസിറ്റിക്ക് അല്ലെങ്കിൽ സ്പീഡിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ദ ഡ്രാഗ് ഫോഴ്സ് drops to about 1/3 of its previous value at speed just over 60 miles per hour. അതായത് നമ്മുടെ ബോളിൻ്റെ സ്പീഡ് 60 മൈൽസ് പെർ ഹവറിന് തൊട്ട് മേലെ ആവുന്ന സമയത്ത് അതിൻ്റെ ക്രിട്ടിക്കൽ ഡ്രാഗ് അതിൻ്റെ വാല്യൂയിൽ നിന്ന് 1/3 കുറയുമെന്നാണ് പറയുന്നത്, അല്ലേ? പിന്നെ വീണ്ടും നമ്മൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡ്രാഗ് ഫോഴ്സ് വീണ്ടും അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നതും കൂടിയും ഇവിടെ പോയിന്റിൽ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഫുട്ബോളിൻ്റെ സർഫേസിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? നമുക്കറിയാം ഫുട്ബോളിൻ്റെ സർഫേസിൽ സ്റ്റിച്ചസ് ഇട്ടിട്ടുണ്ടാവും, അതേപോലെ പാനൽസ് ഇട്ടിട്ടുണ്ടാവും, അല്ലേ? ഇതൊക്കെ എന്തിനാണെന്നറിയോ? ഈ സർഫേസ് നമ്മളെ ഡ്രാഗ് ഫോഴ്സിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സ്മൂത്ത് സർഫേസിൽ നിന്നും കുറച്ച് സ്റ്റിച്ചസും അല്ലെങ്കിൽ പാനൽസും ഒക്കെയുള്ള സർഫേസ് ആവുന്ന സമയത്ത് അതിൻ്റെ ഡ്രാഗ് ഫോഴ്സിൽ ഒരു സ്മൂത്ത് സർഫസിനെ മേലെ അനുഭവപ്പെടുന്നതിനെക്കാട്ടും ഡിഫറൻസ് നമ്മുടെ ഈ സർഫസിൽ, അതായത് കുറച്ച് സ്റ്റിച്ചസും കുറച്ച് റഫ്നെസ് ആയിട്ടുള്ള സർഫേസിൽ അനുഭവപ്പെടുമ്പോൾ മാറ്റം ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫുട്ബോൾ സർഫേസ്, ദ പാനൽസ് ആൻഡ് സ്റ്റിച്ചസ് ഓൺ ദ ഫുട്ബോൾ സർഫേസ് അഫക്ട് ദ ഡ്രാഗ് ഫോഴ്സ് മേക്കിംഗ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം എ സ്മൂത്ത് സർഫേസ്. ഒരു സ്മൂത്ത് സർഫേസുള്ള സ്പിയറിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഡ്രാഗ് ഫോഴ്സിൽ നിന്നും വ്യത്യാസം അനുഭവപ്പെടും. എവിടെ? സ്റ്റിച്ചസും അതേപോലെ തന്നെ പാനൽസുമുള്ള ഫുട്ബോളിൻ്റെ സർഫസിൽ. ഓക്കെ, ഇനി നമ്മൾ എക്സ്പെരിമെൻ്റലി ഫുട്ബോളിൻ്റെ എക്സ്പെരിമെൻ്റൽ റിസൾട്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം, അല്ലേ? Measurements shows that the critical speed for a football is lower than for a smooth surface. അതായത് ഒരു സ്മൂത്ത് സർഫേസുള്ള സ്ഫിയറും ഒരു ഫുട്ബോളും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്രിട്ടിക്കൽ സ്പീഡ്, അല്ലേ? ഫുട്ബോളിൻ്റെ ക്രിട്ടിക്കൽ സ്പീഡ് സ്മൂത്ത് സർഫേസുള്ള സ്ഫിയറിൻ്റെ ക്രിട്ടിക്കൽ സ്പീഡിനെക്കാട്ടും കുറവാണെന്ന് കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ ഡ്രാഗ് ഫോഴ്സ് ഡ്രോപ്സ് സ്ലോലി ഫോർ ഹൈ സ്പീഡ്സ്. അതേപോലെ തന്നെ നമ്മുടെ ഫുട്ബോളിൻ്റെ ഡ്രാഗ് ഫോഴ്സ് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് കുറയുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിച്ചു. ദീസ് ഗ്രാഫ്സ് ആർ ദ എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ് ഫോർ ക്രിട്ടിക്കൽ സ്പീഡ്. ഇവിടെ നോക്കിയാൽ അറിയാം, എക്സ് ആക്സിസിൽ നമ്മൾ വെലോസിറ്റി മൈൽസ് പെർ ഹവറിൽ എടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ ഡ്രാഗ് ഫോഴ്സ് പൗണ്ട്സിലും എടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഡ്രാഗ് ഫോഴ്സ് കൂടി ക്രിട്ടിക്കൽ സ്പീഡിൽ എത്തുന്ന സമയത്ത് ഡ്രാഗ് ഫോഴ്സ് എന്താവും, പെട്ടെന്ന് ചേഞ്ച് ആവും, അല്ലേ? പെട്ടെന്ന് ചേഞ്ച് ആവും. അതാണ് നമുക്ക് ഈ റിസൾട്ടിൽ നിന്ന് കിട്ടിയത്. ദിസ് ഗ്രാഫ് ഷോസ് ഹൗ ഡ്രാഗ് ഫോഴ്സ് ചേഞ്ചസ് വിത്ത് സ്പീഡ് ഫോർ എ സ്മൂത്ത് ബോൾ ദ സൈസ് ഓഫ് എ ഫുട്ബോൾ. ഒരു ഫുട്ബോളിൻ്റെ സൈസിലുള്ള ഒരു സ്മൂത്ത് ബോളിലെ ഡ്രാഗ് ഫോഴ്സ് വെലോസിറ്റി കൂടുന്ന സമയത്ത് എങ്ങനെയാണ് ചേഞ്ച് ആവുന്നതെന്നാണ് ഈ എക്സ്പെരിമെൻ്റൽ റിസൾട്ട് നമ്മളെ കാണിക്കുന്നത്. ഈ ഗ്രാഫിൽ നമുക്കറിയാം ഇതേപോലെ വൈ ആക്സിസിൽ ഡ്രാഗ് ഫോഴ്സ് ഉണ്ട്,
എക്സ് ആക്സിസിൽ വെലോസിറ്റി മൈൽസ് പെർ ഹവറിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. വെലോസിറ്റി കൂടുന്ന സമയത്ത് ഡ്രാഗ് ഫോഴ്സ് ഈ ഡോട്ടഡ് ആണെങ്കിൽ സ്മൂത്ത് സർഫേസിന്റെ ഗ്രാഫാണ് അല്ലേ. അപ്പോൾ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് ഡ്രാഗ് ഫോഴ്സ് കൂടും. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ ഡ്രാഗ് ഫോഴ്സ് ചേഞ്ച് ആകും. എന്നാൽ ഒരു ഫുട്ബോളിന്റെ സ്ഥാനത്ത് നമ്മുടെ വെലോസിറ്റി കൂടുന്ന സമയത്ത് ഡ്രാഗ് ഫോഴ്സിൽ ചെറിയൊരു ചേഞ്ച് ആണ് കാണുന്നത് അല്ലേ. ഇതേപോലെ എന്താ പറയുക, പെട്ടെന്നുള്ള ഒരു ചേഞ്ച് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. ദ ഫിഗർ ഷോസ് ദ ഡ്രാഗ് ഫോഴ്സ് ഓൺ എ ഫുട്ബോൾ. വെൻ ദ ഫുട്ബോൾ moves faster than a certain speed, its drag force decreases. It becomes then a smooth ball drag force. അതാണ് ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ സ്പീഡിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പോയിന്റ്സ് എഴുതുക.